Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ 4 മണി പലഹാരമാണ്. നല്ല ചൂട് ചായക്കൊപ്പം നല്ല കട്ടൻ ചായക്കൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം എരിവൊക്കെ ഉള്ള എന്നാൽ നല്ല കറുമുറു എന്ന ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 3 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏത് അളവ് കപ്പിലാണോ നിങ്ങൾ വെള്ളം എടുക്കുന്നത് അതേ ആ കപ്പിൽ തന്നെ ആയിരിക്കണം അരിപ്പൊടി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 3 കപ്പോളം ഉള്ള വെള്ളം ഇത് അവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് 1/4 ടീസ്പൂണോളം നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആണെങ്കിലും മതി. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഓയിൽ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷമാണ് നമ്മൾ അരിപ്പൊടി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് 2.5 കപ്പോളം ഉള്ള അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കപ്പിലാണോ നിങ്ങൾ വെള്ളം അളന്നത് അതേ കപ്പിൽ തന്നെ വേണം കേട്ടോ അരിപ്പൊടി അളക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്ക് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് ലോ ഫ്ലെയിമിലാണെന്നുള്ളത് മറക്കരുത്. എന്നിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇത് നല്ലൊരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇതിലത്തെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ചൂടിൽ അതൊന്ന് അല്പം ഒന്ന് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു അരിപ്പൊടി ഇരുന്നിട്ട് അല്പം ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റണം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം, ഒരു മാവിൻ്റെ കണക്കിന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇത് അവിടെ ഒരു ബൗളുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കയ്യിൽ കുഴയ്ക്കാൻ പറ്റുന്ന അത്രയും ചൂട്, അതായത് ഇത്ര ചെറു ചൂടാവരുത്, അതുപോലെ ഒത്തിരി ചൂടാവരുത്, അല്ല നമ്മുടെ കൈക്ക് ആ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇതാ ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും മാവ് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു സൂപ്പർ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളതൊരു ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഉടച്ചാലും മതി. അങ്ങനെ ഉടയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ കട്ടകളൊക്കെ കെടുക്കും. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിനകത്ത് ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ അത് ആ മാവ് ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ വലിയൊക്കെ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഷീറ്റായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാൻ പക്ഷേ ഇന്ന് ചപ്പാത്തിയുടെ പലകയിൽ കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത്. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി കനം കുറച്ച് പരത്തരുത്, കാരണം ഇത് നമ്മൾ വറുത്തെടുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കനം കുറച്ച് പരത്തുമ്പോഴത്തേക്കും ഇതിങ്ങനെ പപ്പടം പോലെ വീർത്ത് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചർ അല്ല വേണ്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു ചെറിയൊരു 2-3 തവണ മാത്രമേ ഞാനൊന്ന് റോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് ഒരു അച്ച് ഉണ്ട്, ഒരു കട്ടർ വെച്ചിട്ട് ഞാനതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രത്തോളമാണ് ഞാൻ പരത്തിയെടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അല്പം ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒന്ന് ചപ്പാത്തി പലകയിൽ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഒരു മൂടികയർ അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചു ഷേപ്പിലാണെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷീറ്റ് ഇത്രയും ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. ഇനി നമുക്ക് അതൊന്ന് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നോക്കിക്കേ, കാണാനൊക്കെ നല്ല ഭംഗിയാണിത്. നല്ലൊരു ഷേപ്പിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിത് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു അവരിഷ്ടത്തോടു കൂടെ കഴിക്കുന്ന ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ ഞാൻ കുറച്ച് ഒരു പകുതി ഇതുപോലെ തന്നെ ഞാനൊന്ന് ഷേപ്പൊക്കെ ആക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ അല്പം കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. നമുക്കത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വാദൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് എള്ള് എടുത്തിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എങ്കിലാണ് അത് ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കുന്ന സമയത്ത് അത് ചിലപ്പം എണ്ണയിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി ഞാൻ എല്ലായിടത്തും ഇതേപോലെ തന്നെ ഒന്ന് എള്ളൊക്കെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാവശ്യത്തിലുള്ള എണ്ണ ഒഴിക്കുക വറുക്കാൻ പാകത്തിന്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബേസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോരിയെടുക്കുക. ഒത്തിരി നേരമൊന്നും വേണ്ട. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരെണ്ണം മാത്രം ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 4, 5, 6 പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി നേരം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. കാരണം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുള്ളതാണ് അരിപ്പൊടിയെല്ലാം. ഇനി നമുക്കതിൻ്റെ പുറമേയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആവണം, അത്രയും വേണ്ടൂ. ഇവിടെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ആണെന്നേ തോന്നത്തുള്ളൂ, അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു കളറൊക്കെ കാണുമ്പോൾ. കണ്ടോ? അപ്പോൾ നമ്മൾ നടുക്ക് വെച്ചിട്ട് കുറേയൊക്കെ അതിനകത്ത് എണ്ണയ്ക്കകത്ത് പോകും കേട്ടോ. അതിൽ കുറച്ചൊക്കെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ ആ എള്ളും കൂടെ ഈ ഒരു നമ്മൾ ഈ സ്നാക്ക് കഴിക്കുന്നതോടൊപ്പം തന്നെ എള്ള് കഴിക്കാൻ കിട്ടുമ്പോൾ അതിന് വേറൊരു സ്വാദാണ്. അപ്പോൾ ഞാനിനി ഇനി ബൾക്കായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 4, 5 ഒക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. പിന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് താഴോട്ട് ഇങ്ങനെ എണ്ണയുടെ ആ പാത്രത്തിൻ്റെ താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കും. അത് കഴിഞ്ഞ് ഇത് പതുക്കെ മേലോട്ട് പൊന്തി ഒഴുകി നടക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതായി എന്നാണ് അർത്ഥം. അപ്പോൾ പെട്ടെന്നൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് പോരാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ആ ഉരുളൻകിഴങ്ങ് പുഴുങ്ങേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു 10 മിനിറ്റിനകത്ത് നമുക്കിത് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് ഇനി ആ ഒരു നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് പച്ചമുളക് അരിഞ്ഞിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞിടാം, മല്ലിയിൽ അരിഞ്ഞിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി ക്യാരറ്റൊക്കെ പച്ചക്കറികൾ എന്തെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും അരിഞ്ഞിടാം, അതൊക്കെ ഇച്ചിരി കളർഫുള്ളായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. കണ്ടില്ലേ? ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകം നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന, നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചായക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിപ്പൊടിക്ക് ഇത്രയും സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.